ഞാൻ തനിയെ റെക്കോർഡ് ചെയ്യാൻ നോക്കുകയാണ്. ലെറ്റ് മീ സി. കറക്റ്റായിട്ട് വന്നാൽ ഞാനിത് അപ്ലോഡ് ചെയ്യും. എന്താണെന്നറിയോ, ഇന്ന് എനിക്ക് പെട്ടെന്നേ ഞാൻ കുറച്ച് നേരം രാവിലെ മൂഡ് ഓഫ് ആയിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളോടൊക്കെ സംസാരിക്കാം. ഇവിടെ എല്ലാം ഞാൻ തുണികൾ നിരത്തി വെച്ചിരിക്കുകയാണ്, എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോകാനായിട്ട്. അബുദാബിയിൽ നിന്നും മാവേലിക്കരയിലേക്ക് പോവുകയാണ്. കുറച്ച് നാൾ അവിടെ നോക്കട്ടെ, ടൈം സ്പെൻഡ് ചെയ്ത് നോക്കട്ടെ. കുറച്ചൊരു സ്ലോ ലിവിങ് അല്ലേ, സ്ലോ ലിവിങ് അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇന്ന് ഞാൻ അപ്സെറ്റ് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 105 വയസ്സുള്ള ഒരു അമ്മൂമ്മ ഈ സോഷ്യൽ മീഡിയയിൽ താരമായിരുന്നു. CP അമ്മക്കുട്ടി അമ്മ എന്ന് പറഞ്ഞിട്ട്. അയ്യോ, CP അമ്മൂമ്മയെന്ന് അതിൻ്റെ മകളുടെ മകളാണോ മകൻ്റെ മകളാണോ എന്ന് എനിക്ക് അത്രയും മനസ്സിലായിട്ടില്ല കേട്ടോ. ഗോപിക എന്ന് പറഞ്ഞിട്ട്, ഗോപിക നായർ എന്ന് പറഞ്ഞ് നിങ്ങൾ അതിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോയി നോക്കിയാൽ അമ്മൂമ്മയെ കാണാം. അമ്മൂമ്മ കാരണം ആ കുട്ടി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി മാറിയത്. അമ്മൂമ്മയാണ് ഇൻഫ്ലുവൻസർ. എന്തൊരു WISC വയസ്സായ അമ്മൂമ്മ എത്ര കാര്യങ്ങളാണ് പറയുന്നതെന്ന് അറിയാവോ? നിങ്ങളതിൽ കയറി നോക്കി നമുക്ക് അത്ര ഈ 1930കളിൽ ജനിച്ച അമ്മൂമ്മയായിരിക്കും അത്. ആ അമ്മൂമ്മയുടെ വിസ്ഡം ഒന്ന് ആലോചിച്ചു നോക്കൂ. എൻ്റെ ദൈവമേ, ഇറ്റ് വാസ് എനിക്ക് അവരെത്രയോ നേരത്തെയോ വിഡോ ആയിപ്പോയി. പിന്നെയും സാഹചര്യങ്ങളോട് പടവെട്ടി മക്കളെ വളർത്തിക്കൊണ്ടുവന്ന് മോഹൻലാലിനെയൊക്കെ അറിയാം, മഞ്ജു വാര്യരെയൊക്കെ അറിയാവുന്ന ഒരു അമ്മൂമ്മ, 105 വയസ്സുള്ള അമ്മൂമ്മ ഇന്ന് വിഷ്ണുലോകം പ്രാപിച്ചു. കുറച്ചു നേരം കരഞ്ഞു. ആ അമ്മൂമ്മയ്ക്ക് പേടിയാടി മരിക്കാൻ എന്ന് പറയുമായിരുന്നു. മരണം എല്ലാവർക്കും ഭയം തോന്നിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. എന്താണ് അവിടെ ഇരിക്കുന്നതെന്ന് അറിയില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് കൂടുതൽ ചിന്തിക്കാതിരിക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ മനസ്സേ അടങ്ങൂ എന്ന് പറയുക അല്ലേ. ഇപ്പോൾ പവർ ഓഫ് നൗവിൽ ജീവിക്കുക. അപ്പോൾ ഈ കോൺസെപ്റ്റിനെ പറ്റി കുറച്ചും കൂടി ഒന്ന് പറയുമോ ചേച്ചി എന്ന് ഒരു ഇതുണ്ടായിരുന്നു, കമൻറ്റ് ഉണ്ടായിരുന്നു. പവർ ഓഫ് നൗ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇപ്പം അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നാണ് പലരും മനസ്സിലാക്കിയേക്കുന്നതെന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി. അങ്ങനെയല്ല കേട്ടോ. പവർ ഓഫ് നൗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ അത് തന്നെയാണ് നമുക്ക് അടുത്ത നിമിഷത്തിലെ ഫലം തരുന്നത്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിരിക്കണം? ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ സന്തോഷപൂർവ്വം നമ്മൾ ചെയ്യുമ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടും സെയിം ഫലമായിരിക്കും വരുന്നത്. അങ്ങനെ അത് ഒരു റിപ്പിൾ ഇഫക്റ്റ് പോലെ അത് പോയിക്കൊണ്ടിരിക്കും. ലൈക്ക് ഇവിടെ ഇപ്പോൾ ഒരു കല്ലിട്ട ഇങ്ങനെ ടിങ് 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 എന്നങ്ങ് പോകത്തില്ലേ, അത് പറഞ്ഞ പോലെയാണ് നമ്മുടെ മനസ്സിൻ്റെ കാര്യം. നമ്മൾ ഈ ഒരു നിമിഷത്തിൽ ഇപ്പോൾ സന്തോഷമായിട്ടിരുന്ന് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ആ സന്തോഷം ഇങ്ങനെ പകർന്ന് പോകുമെന്ന് അടുത്തടുത്ത നിമിഷങ്ങളിലേക്ക്. അപ്പോൾ നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യം, ഇങ്ങനെ എന്താ പറയുക, അരവിന്ദ് കാർ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനത്തെ ചിന്തകളായിരുന്നു എനിക്കെന്ന് ഞാൻ പറയാറില്ലേ. അതേപോലെ തന്നെ ഇനിയൊരു കാര്യമുണ്ടായി ഞങ്ങളുടെ ഇതേ സമാനമായിട്ടുള്ളൊരു കാര്യമുണ്ടായി. ഞാനൊരു ദിവസം അരവിന്ദും മോള് കുഞ്ഞാണ്. മോള് എനിക്ക് തോന്നുന്നു ഷീ വാസ് അറൗണ്ട് 2.5 years. സ്കൂളിൽ പോകാൻ തുടങ്ങിയോ എന്ന് എനിക്ക് ഡൗട്ടാണ്. പോകാൻ തുടങ്ങി കാണുമായിരിക്കും, അത്ര ഓർമ്മയില്ല എനിക്ക്. പക്ഷെ ഞാൻ ജൂനിയർ ലോയറായിട്ട് മറ്റേ വക്കീൽ ഓഫീസിൽ പോകുന്ന സമയമാണ്. അപ്പോൾ എന്തായാലും മോൾക്കൊരു 3 വയസ്സ് 4 വയസ്സിൻ്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ. പക്ഷെ കാറിൻ്റെ മുമ്പിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന പ്രായമാണ്. ആ സമയത്ത് ഇതേപോലെ പപ്പയും അമ്മച്ചിയും മാവേലിക്കരയിൽ നിന്നും ട്രെയിനിൽ വരികയാണ് ചെന്നൈ സെൻട്രലിലേക്ക് കേട്ടോ. ഇടയ്ക്ക് അങ്ങനെ വരും, നമ്മുടെ കൂടെ താമസിക്കാനൊക്കെ വരും, കുറേ നാൾ നിന്നിട്ടൊക്കെ പോകും. ആ സമയത്ത് മോള് ദീപുവിനെയും കൂട്ടിയിട്ട് അരവിന്ദ് പോവുകയാണ്. ഞാൻ പറഞ്ഞു മോളെയും കൊണ്ട് പോവോ ചോദിച്ചപ്പോൾ ഞാൻ പോവാം, മോളെ കാണുമ്പോഴേക്ക് സന്തോഷമാണെന്നൊക്കെ പറഞ്ഞ് അരവിന്ദ് എന്നെ ഡ്രോപ്പ് ചെയ്തു എൻ്റെ ഓഫീസിൽ. എനിക്ക് പോവാതിരിക്കാൻ നിവൃത്തിയില്ല. ഓഫീസിലൊക്കെ നമ്മൾ ജൂനിയർ അല്ലേ, കേസ് കെട്ടുകളൊക്കെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും സീനിയർ. അപ്പോൾ രാവിലെ ഞാൻ അവിടെ ചെന്നിട്ട് സാറിൻ്റെ അടുത്ത് നിന്ന് ബണ്ടിലൊക്കെ നോക്കി ഇൻസ്ട്രക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കുക, എന്തൊക്കെ ചെയ്യണം ഓരോന്ന് നോക്കിയിട്ട് സാർ പറയും, ഇത് അഡ്ജേൺമെൻറ്റ് വാങ്ങിക്കൂ, ഇത് കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റിന് സമയം വേണം കേട്ടോ, അങ്ങനെ പറയും. കാരണം കുറച്ച് ഫാക്റ്റ് കിട്ടാനുണ്ട്, 2 പ്രാവശ്യം മേടിച്ചു നമ്മൾ സമയം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുക കേട്ടോ. അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്താണ് എനിക്ക് സാറിൻ്റെ ഓഫീസിലെ നമ്പർ അറിയാം, പപ്പയ്ക്കും അമ്മച്ചിക്കും. അപ്പോൾ ആ ഓഫീസിലെ ഇതിനകത്തോട്ട് ഫോൺ വരികയാണ്. ഫോൺ വന്നിട്ട് ഫോൺ വരികയാണ്. അന്ന് നമുക്ക് ഈ മൊബൈൽസൊക്കെ തുടങ്ങിയിട്ടില്ല, നമ്മൾ മൊബൈൽ വാങ്ങിച്ചിട്ടില്ല അപ്പോഴും. അപ്പോൾ 2000-ൻ്റെ ഉള്ളിലായിരിക്കും, 2000 ആണ്ടിൻ്റെ ഉള്ളിലായിരിക്കും ഫോണ്. സാറ് പറഞ്ഞു, അമ്മ ഓനക്ക് താ ഫോൺ നമ്പറിന് എനിക്കിങ്ങ് തന്നു കേട്ടോ. അപ്പോൾ തന്നപ്പോൾ പപ്പയാണ്. പപ്പ പറയാ, ഞങ്ങളിവിടെ
വന്ന് കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. എവിടെ അരവിന്ദ് എവിടെയാന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു അയ്യോ പപ്പ രാവിലെ തന്നെ പോകുന്നതാണല്ലോ, എന്നെ ഇവിടുന്ന് വിട്ടിട്ട് അവിടെ വന്നാണ്. കാർ അവിടെ കാണും, നമ്പർ ഞാൻ പറഞ്ഞുതരാം, ഒന്ന് കുറിച്ചെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് എങ്ങാണ്ട് പേന വാങ്ങിച്ച് കുറിച്ചെടുത്ത്. എന്നിട്ട് ഞാൻ പറഞ്ഞു കാർ അവിടെ ഉണ്ടോ എന്ന് പപ്പ വേണമെങ്കിൽ ഒന്ന് പോയി നോക്ക്, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പപ്പയ്ക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പ്ലാറ്റ്ഫോമിൽ തന്നെയല്ലേ പപ്പ. അപ്പോൾ പറഞ്ഞു അല്ല, പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് അരവിന്ദിനെ കണ്ടില്ല, അപ്പോൾ ഞങ്ങളൊരു പോർട്ടറെ വിളിച്ചിട്ട് അങ്ങ് നടന്നെന്ന്. ഞാൻ പറഞ്ഞു ഇത്രയും വലിയ റെയിൽവേ സ്റ്റേഷനിൽ പോർട്ടറെ വിളിച്ച് നടന്നു കഴിഞ്ഞാൽ എങ്ങനെ അരവിന്ദ് കണ്ടുപിടിക്കും? അതുകൊണ്ട് പപ്പ ഒരു കാര്യം ചെയ്യൂ, ആ പോർട്ടറുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ആലോചിച്ച് നോക്കിയാൽ ഞാൻ അപ്പോഴാ പേടിയിലും ഞാൻ ചെയ്യുന്നതേ. ഞാൻ പറഞ്ഞു ഇവിടുന്ന് എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, തമിഴിലാണ് പിന്നെ പോർട്ടറോട് പറയുന്നത്. അവർ ഇങ്ങേருந்து கிளம்பிட்டாங்க, குழந்தையூருக்கு கூட ஒரு வேளை இவங்க வந்து பிளாட்ஃபார்மில் இல்லைன்னு சொல்லிட்டு தேடிட்டே இருப்பா. அதனால நீங்கள் வந்து ஹிக்கின் போதம்ஸ்ன்னு சொல்லிட்டு அந்த இருக்கிற புக்கு கடை இருக்கே அங்கே நிற்க வைங்க இவங்கள. நான் ஒரு 10 நிமிஷம் அவங்க கூட நில்லுங்க, அதுக்குள்ளே அவர் கண்டிப்பாக வந்து ஒன்றும் இல்லைன்னா என்ன ஃபோன் பண்ணுவார், இல்லைன்னா உங்களை தேடி வந்துடுவார், அங்கே எல்லாம் சுற்றி பார்ப்பாங்கல்ல அப்படின்னு சொல்லிட்டு. இல்லைம்மா நான் பார்த்துக்கிறேன் அங்கே நிற்கிறேன்னு சொல்லிட்டு അവരും ഫോൺ വെച്ചു. കുറച്ച് നേരം കഴിഞ്ഞിട്ടും 10 മിനിറ്റ് 20 മിനിറ്റായി അരവിന്ദ് വിളിക്കുന്നില്ല എന്നെ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും ദൈവമേ കണ്ടു കാണുമോ, കണ്ടെങ്കിൽ എന്നെ വിളിക്കത്തില്ലയോ. പിന്നെയും അരമണിക്കൂർ കഴിഞ്ഞു, 1 മണിക്കൂറായി. അപ്പോഴും എനിക്ക് പേടിയാവാൻ തുടങ്ങി. 1 മണിക്കൂർ ഈ അച്ഛനും അമ്മയും അവിടെ നിൽക്കുമല്ലേ ഈശ്വര, എന്ത് ചെയ്യും? അവർക്ക് തമിഴും അറിയില്ല. ഞാനിവിടെ കരയാൻ തുടങ്ങി. ഇനി അരവിന്ദിന് എന്തെങ്കിലും പിന്നെയാണ് എനിക്ക് തോന്നിയത് ഇത്രയും നേരം എടുക്കുമോ, അരവിന്ദിന് എന്തെങ്കിലും പറ്റിയതായിരിക്കുമോ, എന്താണ് ഇങ്ങനെ ചെയ്യണത്, മോളെയും കൊണ്ട് പോയതല്ലേ എന്ന് പറഞ്ഞു. പിന്നെ എന്നെ അപ്പോഴേക്കും എനിക്ക് ഓഫീസിൽ നിന്ന് കോടതിയിലേക്ക് പോകാനുള്ള സമയമായി. പക്ഷെ എൻ്റെ കൈയും കാലും ഓടുന്നില്ല. ഞാൻ കരച്ചിൽ, ഒരൊറ്റ കരച്ചിൽ അവിടെ ഇരുന്നിട്ട് അയ്യോ എനിക്ക് പേടി വരുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സാറ് അപ്പുറത്തുനിന്ന് കരച്ചിൽ കേട്ടിട്ട് സാറിൻ്റെ റൂമിൽ നിന്ന് അങ്ങനെ നോക്കുക, എന്താകാ വരൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ഇത് ഇങ്ങനെ ഇതാണ് കാരണം, നേരത്തെ ഫോൺ വന്നില്ലേ അതാണെന്നൊക്കെ പറഞ്ഞ് സാറിന് പറഞ്ഞ് മനസ്സിലാക്കിപ്പോഴേക്കും സാറ് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ടേ ജോർജൊക്കെ ഉപ്പിട് എന്ന് പറഞ്ഞു. സാറിന് നല്ല വയസ്സുള്ള ആളാണ്, 17 വയസ്സ്. അപ്പോൾ ജോർജ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇനിയൊരു കൊലീഗാണ്. അപ്പോൾ ജോർജ് ബൈക്കിലാണ് വരണേ. അപ്പോൾ നീ ബൈക്ക് കൊണ്ടുവന്നിരിക്കുക സാർ ചോദിക്കുന്നതാണ്. ஒன்று பண்ணுங்க, திருவான்மியூர்லேருந்து திருவான்மியூருக்கு போக வேண்டாம், ஃபஸ்ட்டு வந்து நீங்கள் மயிலாப்பூர்லேருந்து அதே வழி திருவான்மியூர் வந்து முட்டுவல்ல அந்த வழியிலேருந்து நீங்கள் கொஞ்சம் ரயில்வே ஸ்டேஷன் வரைக்கும் போய் பாருங்கள். ஏதாவது மாருதி காரு, இந்த நம்பர் தெரியும்ல, അത്രയധികം കാറൊന്നും ഇല്ലെന്ന്. പോയിട്ട് ആ കാറിൻ്റെ നമ്പർ എടുത്തിട്ട് പോയിട്ട് നീ തേട്, ആകെ കാർ തെരിയുമില്ല എന്ന് പറഞ്ഞാൽ അവർ മലയാളിയുമാണ് കേട്ടോ. എനിക്ക് തെരിയും സാർ, ഞാൻ പോയി പാക്കറേരി കരയിലേ ആകെ നമ്മൾ നോക്കാം, കരയിലേ എന്ന് പറയുന്നത്. ഞാൻ ആ 1 മണിക്കൂറിനുള്ളിൽ അത് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങേരെ ഈ ബൈക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങുക കേട്ടോ. ഇറങ്ങുമ്പോഴേക്കും ബാക്കിയുള്ള ജൂനിയർമാരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് അയ്യോ ആകെ വിഷമിക്കാണ്ടിരിക്കുക, എന്തെങ്കിലും ഉണ്ടാവും. എനിക്ക് അപ്പോഴും മനസ്സിലാകാത്തൊരു പോയിന്റ് എന്താണെന്നറിയോ, ഈ 1 മണിക്കൂർ എന്തുകൊണ്ടാണ് അരവിന്ദ് എന്നെ വിളിക്കാഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഇത്. എനിക്ക് അപ്പോഴും മനസ്സിലാകുന്നില്ല. ദൈവമേ ഈ ആണുങ്ങളെല്ലാം എന്ത് ഡംപാണെന്ന് ഞാൻ പിന്നെ ആലോചിക്കുകയാണ്. പിന്നെ എൻ്റെ ലൈഫിൽ ഇതുപോലെ കുറേ അനുഭവങ്ങളുണ്ട് കേട്ടോ, ഞാൻ പറയാം. എന്നിട്ട് അരവിന്ദ് 15 മിനിറ്റ് കഴിഞ്ഞപ്പം അരവിന്ദ് കണ്ടുപിടിച്ചു ഈ അമ്മയും അച്ഛനെയും, എന്നോട് ചോദിക്കാതെ. ഹിഗിൻ ബോതംസിൻ്റെ അവിടെ ഞാൻ നിർത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, എന്നെ വിളിച്ചാലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വിളിക്കാതെ പുള്ളി ഈ 1 മണിക്കൂർ ഈ കുഞ്ഞിനെയും കൊണ്ട് നടന്നു. അവിടെ എല്ലാം നടന്ന് ഏതോ ഒരു പോയിന്റിലെത്തിയപ്പോൾ പുള്ളിയുടെ കണ്ണിൽ പെട്ടു അച്ഛനും അമ്മയും നിൽക്കുന്നത് ആ ബുക്ക് കടയുടെ അവിടെ. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ അമ്മച്ചി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നെ വിളിച്ചു എന്നുള്ളതേ. അപ്പോഴാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇല്ല അവരെ കണ്ടുപിടിച്ചു, ഞങ്ങൾ കാറിലേക്ക് പോവാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ജോർജ് സാറ് പോയോന്ന് നോക്കട്ടെ, ഞാനിങ്ങനെ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെ കുറേ ചീത്ത പറഞ്ഞു. ഫോണിൽ നിന്ന് എന്താ മോൾട്ടി ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പുള്ളി ചെയ്തത് പുള്ളി ചിന്തിക്കുന്നില്ല. ഫോൺ വെച്ചു, ഞാൻ നോക്കുമ്പോൾ ജോർജ് സാറ് താഴെ നിൽപ്പുണ്ട്. ഞാൻ വിളിച്ചു, അയ്യോ അവരെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ ആലോചിച്ചു നോക്ക്, എത്ര പേർക്ക് ഞാൻ ആ വിഷമം കൊടുത്തു. അവിടെ എല്ലാ ഓഫീസും ഇങ്ങനെ നിൽക്കുക എൻ്റെ വിഷമം കണ്ടിട്ട്. ഞാൻ എന്തൊക്കെ ചിന്തിച്ചു കൂട്ടി. പക്ഷെ അതിൻ്റെ കാരണം എന്താണ്? കാരണമുണ്ട്. കാരണം അച്ഛനും അമ്മയും അവിടെ നിന്ന് എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കും ആ വീട്ടിലേക്ക് പോയി കാണും, അവിടെ ചെന്ന് കഴിഞ്ഞ് എന്നെ വിളിക്കും എന്നുള്ള ചിന്തയിൽ ഞാൻ ഇരുന്നേനെ. അപ്പോൾ എവിടെയാണ് തെറ്റുകൾ പറ്റുന്നത്? എല്ലാവരുടെയും മനസ്സിലും ഇങ്ങനത്തെ ഈഗോയും. അവർക്ക് എന്താണെന്ന് വെച്ചാൽ ആ ട്രെയിൻ വന്ന് നിന്നപ്പോൾ അരവിന്ദ് അവിടെ എത്തിയിട്ടില്ല എന്നുള്ളൊരിത്. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ ചെന്നപ്പോഴാണ് പുകില്ല. ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചത്? അപ്പോൾ അരവിന്ദ് പറയാം അവിടെ ചെന്നപ്പോൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക്, അവിടെ ഇവിടെ ഒന്നും ഇടാൻ സ്ഥലം കിട്ടണില്ല. ശരിക്കും
സമയത്തിനാണ് പോയത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു അരമണിക്കൂർ നേരത്തെ ചെന്ന് നിൽക്കില്ല. ഹി വിൽ ജസ്റ്റ് ഗോ 5 മിനിറ്റ്സ് മുമ്പേ 5-10 മിനിറ്റ്സ് മുമ്പേ ചെന്നാൽ മതിയല്ലോ എന്നുള്ള അർത്ഥത്തിൽ അവിടെ ഇവിടെയൊക്കെ തൂങ്ങിപ്പിടിച്ച് നിന്നിട്ട് ഹി വിൽ ഓൺലി ഗോ ടു എനി പ്ലേസ് ആ ഒറ്റത്തേ പോകത്തുള്ളൂ. ഇപ്പം ഈ പാക്കിങ്ങിൻ്റെ കാര്യമൊക്കെ അങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ നമുക്കൊരു 2-3 ദിവസം മുമ്പേ ഇതെല്ലാം അങ്ങ് പാക്ക് ചെയ്ത് വിട്ടേക്കാം, എന്നിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ, അപ്പം നമ്മൾ എവിടെ കിടക്കും, അപ്പം നമ്മൾ ഇതെങ്ങനെ എന്ത് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഹോട്ടലിൽ പോവാം അല്ലേ, അതല്ലേ കുറച്ചുകൂടി നല്ലത്. ലാസ്റ്റ് മിനിറ്റ് വരെ കുക്ക് ചെയ്ത് കഴിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുമോ? ഇതെന്താ കാരണം എന്ന് പറയട്ടെ, ഇതൊരു നാരറ്റീവാണ്. ലാസ്റ്റ് മിനിറ്റ് വരെ ആ അച്ഛൻ, അവിടുത്തെ പപ്പ ആ അമ്മയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുമായിരുന്നു. ഇപ്പം ഒരു ട്രാവലിന് പോവാണെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്ത് കൊണ്ടുവരുമെന്ന് അമ്മച്ചി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. വലിയ ഫിഷൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. ബിക്കോസ് ദേ ഹാവ് ടു ട്രാവൽ ഫോർ 2-3 ഡേയ്സ്. ആസാമിൽ നിന്നും ഇവിടെ മാവേലിക്കര എത്തണമെങ്കിൽ ചെന്നൈയിൽ വരണം, ചെന്നൈയിൽ നിന്ന് പിന്നെ വേറെ ബോഗിയില വരണം, എന്തൊക്കെയോ ഉണ്ട്. അന്നൊക്കെ ട്രാവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര 4 വർഷമൊക്കെ കൂടുമ്പോഴാണ് അവർ വരിക. അത്ര ചില സമയങ്ങളിൽ 1-2 പ്രാവശ്യം മാത്രമാണ് പപ്പ ഫ്ലൈറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 1 പ്രാവശ്യം കണ്ട് കൊണ്ടുവന്നിട്ടില്ല. ബിക്കോസ് അവർക്ക് ഫ്ലൈറ്റ് ചാർജ് കിട്ടും. പക്ഷേ ആ എമൗണ്ട് ഹ്യൂജാണേ. അത് എഴുതിയെടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഹി യൂസ് ടു ഡു ദാറ്റ് ദോസ് ഡേയ്സ്. അതൊക്കെ പലരും ചെയ്യുന്ന കാര്യമാണ്. മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുക പൈസയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ദേ വിൽ ട്രാവൽ ബൈ ഓർഡിനറി കമ്പാർട്ട്മെൻറ്റ് ആൻഡ് കം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഫുഡെല്ലാം ഇങ്ങനെ കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫുഡ്, ഇപ്പോൾ ഫിഷൊക്കെ ഡീപ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ യൂസ് ഇറ്റ് അല്ലേ. പക്ഷെ ലാസ്റ്റ് മിനിറ്റിലാണ് കൊണ്ടുവരിക. കാരണം ഉച്ചയ്ക്ക് 1:30 ട്രെയിനിൽ കയറണമെങ്കിൽ 10 മണിക്ക് മീൻ കൊണ്ടുവന്നാൽ എങ്ങനെ ആയിരിക്കും ആ അമ്മ അത് റെഡിയാക്കിയെന്ന് എനിക്ക് ഇന്നും ഇതാണ് കണ്ട് വളർന്നിരിക്കുന്നത്. ആ നെറേറ്റീവാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എല്ലായിടത്തും. പിന്നെ ഡിസിപ്ലിൻഡ് എന്നുള്ള ഒരു മോഡും, അതായത് നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല ആരെയും എന്ന് പുള്ളി പറയുന്നുണ്ട്. അതേപോലെ തന്നെ പുള്ളിയും വെയിറ്റ് ചെയ്യില്ല. അതാണ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടാണ്. ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓവർ തിങ്കിങ് മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓവർ തിങ്കിങ് ആയിട്ടുള്ളൊരു ഞാനും പിന്നെ ഇതുപോലത്തെ ഹസ്ബൻഡും കൂടെ ആവുമ്പോൾ ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. ഇത് 2 ഇൻസിഡൻറ്റ് ഞാനിപ്പോൾ പറഞ്ഞില്ലേ എൻ്റെ ഇതിലുണ്ടായത്. ആദ്യത്തേത് എൻ്റെ കുഴപ്പമാണ്, അമ്പലത്തിൽ പോയപ്പോൾ വിളിച്ചോണ്ട് ഇങ്ങനെ എത്താതെ ആയപ്പോൾ വിഷമിച്ചത്. ഇത് അതിന് മുമ്പിലുള്ള കാര്യമാണ് ഇത്. അപ്പോൾ ഇത് പക്ഷേ ഇങ്ങനെ ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞ് അവർ ചോദിക്കുകയും ചെയ്തു. ഇദ്ദേഹം അവരെ കണ്ടിട്ടില്ല എന്ന് വിളിച്ച് പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പക്ഷേ വിഷമിച്ചത് ആരാണ്? ഞാനും പിന്നെ എൻ്റെ ഓഫീസിൽ എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരും എല്ലാം കഷ്ടപ്പെട്ടു പോയി എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് തിങ്, വേറൊരു കാര്യം എന്തായിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നല്ലോ. ഇതേപോലെ തന്നെ ഓവർ തിങ്കിങ് കാരണം ഇതുപോലെ ഞാൻ അത് അബുദാബിയിൽ വന്നതിന് ശേഷം പിന്നെ ഞാൻ കുറേ ചേഞ്ച് ആകാനൊക്കെ തുടങ്ങി. ഞാൻ എൻ്റെ കാര്യങ്ങൾ തന്നെ നോക്കും. എവ്രിതിങ് വാസ് ഗോയിങ് ഓൺ. ഞാൻ സ്വന്തമായിട്ട് തന്നെ എന്നെ സംരക്ഷിക്കാനും പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ ഐ നോ ഹൗ ടു സേഫ് ഗാർഡ് മീ. ആണുങ്ങളുടെ വിഷയം തന്നെയാണ്, ആളുകൾ തട്ടുന്നതും മുട്ടുന്നതും ഇതൊക്കെ ഞാൻ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന പാർട്ടിയാണ്. രൂക്ഷമായ നോട്ടം കൊണ്ടും നല്ല ഷാർപ്പായിട്ടുള്ള വാക്കുകൾ കൊണ്ടും ഞാൻ ഡിഫെൻഡ് ചെയ്യും എന്നെ. അപ്പോൾ ഒരു പ്രാവശ്യം ഇതേപോലെ തന്നെ അപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചു തുടങ്ങിയല്ലോ. ഇതുപോലെ തന്നെ ഒരു തരുണത്തിൽ അരവിന്ദ് ഈ വീടുകളൊക്കെ എടുക്കുന്നതിന് മുമ്പേ പെട്ടെന്ന് അബുദാബിയിലേക്ക് നല്ല ജോലി കിട്ടി. നമ്മൾ വളരെ സന്തോഷമായിട്ട് അബുദാബിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദിസ് റെൻറ്റഡ് എന്താ പറയുക ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. നമുക്ക് ഇതുപോലെ ഒരു സ്റ്റുഡിയോ പോലെ അവർ തരും. അപ്പോൾ ഫുഡും നമുക്ക് വേണമെങ്കിൽ അവിടെ കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ തന്നെ കഴിക്കാം. അങ്ങനെ ഇറ്റ് ഇസ് വെരി ഈസി ഫോർ പീപ്പിൾ. ഫർണിഷ്ഡ് ആണ്. അപ്പോൾ നമുക്ക് നല്ല സാലറിയൊക്കെ ഉള്ളവരാകുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനത്തെയാണ് എടുക്കുക. അങ്ങനെ പോയി പുള്ളി അത് എടുത്തു. അപ്പോൾ എനിക്കെല്ലാം അറിയാം, എങ്ങനെ വിളിക്കണം, റൂമിൽ സർവീസിൽ വിളിക്കാം, അല്ലെങ്കിൽ ഹി ഈസ് ഗോട്ട് ദ മൊബൈൽ. ഇപ്പോഴല്ലേ 10 വർഷം മുമ്പ് ഒരു രാത്രി ഞാൻ എൻ്റെ കൂടെ, അപ്പം ഞങ്ങൾ പുതിയ വീടൊക്കെ താമസിച്ചു തുടങ്ങിയായിരുന്നു കേട്ടോ. മോള് ഡൽഹിയിൽ പോയിരിക്കുകയാണ് പഠിക്കാനായിട്ട്, ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം ഞാൻ വിചാരിക്കുകയായിരുന്നു എന്തിനല്ലേ ഒറ്റയ്ക്ക് താമസിക്കുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്, എന്നാലും ജോലിയല്ലേ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാ ദിവസവും ജോലിക്ക് പോകും, വൈകുന്നേരം വരും. ഒരു റൂട്ടീൻ അത്ര നമുക്ക് മനസ്സിനൊരു ഭാരമുള്ള സമയവുമാണ് ഒറ്റയ്ക്കാകുന്നത്. അപ്പോൾ ഫോണിൽ ഞാൻ വിളിക്കുകയാണ്, അരവിന്ദിനെ വിളിക്കുമ്പോൾ ആദ്യം എന്നോട് കുറേ സംസാരിച്ച് കഴിഞ്ഞിട്ട് വെച്ചിട്ട് ടക്കത്തിങ്ങനെ ഫോൺ ഇങ്ങനെ വെച്ചു. ഞാനിങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അയ്യോ മറന്നു പോയല്ലോ ഒരു കാര്യം പറയാമെന്നും പറഞ്ഞ് ഞാനിങ്ങനെ എടുത്ത് വിളിക്കാം കേട്ടോ. ഫോൺ ഇങ്ങനെ എടുക്കുന്നില്ല.
അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെയല്ലേ എന്നെ വിളിച്ചത്, പിന്നെന്താ വിളിച്ചാൽ ഇപ്പം തന്നെ വിളിക്കേണ്ടതായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ജസ്റ്റ് ആ, ഒന്ന് പതറി. എന്നിട്ട് ഞാൻ ചോദിച്ചു അത് ശരിയല്ലല്ലോ, ഞാൻ വിളിച്ചിട്ട് ഇപ്പം തന്നെ തിരിച്ച് വിളിക്കാതെ ശരിയല്ലല്ലോ എന്ന് പിന്നെയും എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ വാട്സപ്പ് മെസ്സേജ് അയക്കുകയാണേ, അതിന് എന്താ ഫോൺ എടുക്കാത്തത്, ടിക്ക് കാണുന്നുണ്ട് കേട്ടോ, പിന്നെയും ബ്ലൂ ടിക്കായി, അനക്കമില്ല. കുറേ നേരം കഴിഞ്ഞ് ബ്ലൂ ടിക്ക് വന്നെന്ന് പറഞ്ഞാൽ അതല്ലേ അർത്ഥം പണ്ടൊക്കെ. അപ്പം ഇപ്പം പിന്നെ ആരും ബോധോടല്ല ഇതൊന്നും. കുറച്ച് നേരം കൂടി ഇരുന്ന് കഴിഞ്ഞിട്ട് ലാൻഡ് ലൈനിൽ വിളിച്ചു, ആ റൂമിൻ്റെ നമ്പർ പറഞ്ഞിട്ട് അങ്ങോട്ട് കണക്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആരും എടുക്കുന്നില്ല. അപ്പം ഇത്രയും നേരത്തെ ഗ്യാപ്പുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെയും അയാളോട് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നമ്മുടെ അറബ്സ് ആയിരുന്നു ആ സമയത്തൊക്കെ. ഞാൻ ചോദിച്ചു ഇങ്ങനെ അരവിന്ദൻ, ഐ സോ ഹിം ഗോയിങ് ഔട്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചടാ പുറത്തേക്ക് പോയെങ്കിൽ അപ്പോൾ പിന്നെ ഫോൺ ഉണ്ടായിരിക്കണമല്ലോ കയ്യിൽ. രക്ഷയില്ല. അന്ന് ആ ദിവസം ആ വാട്സപ്പിൽ ഞാൻ എത്ര മെസ്സേജ് ഇട്ടിട്ടുണ്ടോ എല്ലാത്തിനും ബ്ലൂ ടിക്ക്. അരവിന്ദ് എടുത്തിട്ടില്ല. എന്താ ഉണ്ടായെന്നുള്ളത് പിന്നീടാണ് മനസ്സിലാവുന്നത്. നമ്മൾ എന്ത് വിചാരിക്കും, പെട്ടെന്ന് എന്തെങ്കിലും ഈ മനുഷ്യന് എന്തെങ്കിലും കുഴപ്പം വന്നോ, അതോ എടുത്തിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ലയോ, കാരണം കാണുന്നുണ്ടെന്ന് എനിക്ക് പിടി കിട്ടുന്നുണ്ട്. ആക്ച്വലി എന്താ ഉണ്ടായെന്ന് വെച്ചാൽ സൈലൻറ്റ് മോഡിലായിരുന്നു. ഞാൻ വിളിച്ചു കഴിഞ്ഞിട്ട് എപ്പോഴോ സൈലൻറ്റ് മോഡിൽ വെച്ചിട്ടാണ് പുള്ളി എന്നെ വിളിക്കുകയൊക്കെ ചെയ്ത് അതവിടെ വെച്ചിട്ട് ഇനി ഞാൻ വിളിക്കൂലല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. അത് ആ തലേണയുടെ എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി പുറത്ത് പോയി ലുലുവിലോ എങ്ങാണ്ടൊക്കെ പോയി, ഫോൺ എടുക്കാതെ പോയത്. പോയിട്ട് സാധനമൊക്കെ മേടിച്ചുകൊണ്ടെന്ന് വെച്ചിട്ട് പിന്നെ നോക്കിയിട്ടില്ല ഫോൺ. ഞാൻ ആ സമയം, അതായത് നമ്മുടെ നാട്ടിലത്തെ 9 മണി മുതൽ വെളുപ്പിന് 4:30 വേഗം എത്ര പ്രാവശ്യം നോക്കിയെന്നറിയോ, അരവിന്ദ് ഫോൺ കണ്ടിട്ടുണ്ടോ എന്ന്. പിന്നെ 12 മണിയൊക്കെ ആയപ്പോഴും ഞാൻ അവരെ കൊണ്ട് കണക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് റൂമിലേക്ക്, എടുക്കുന്നില്ല. അതിന് അത്ര ഡീപ്പ് സ്ലീപ്പായി കാണും വേണമെങ്കിലേ. 4:45 അന്ന് രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല. രാവിലെ ഞാൻ എണീറ്റിട്ട് ഇവിടെ തന്നെ ഞങ്ങളുടെ കസിൻ്റെ ഒരു ഹസ്ബൻഡുണ്ട്, ആ ചേട്ടൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു എന്ത് തന്നെ ആയാലും ചേട്ടൻ പോയി നോക്കണം, 5 മണിയായി, ഒന്ന് പോയിട്ട് അരവിന്ദ് എന്താ ചെയ്യണമെന്ന് നോക്കണം, ഇങ്ങനെ ഒരു പറ്റിയിട്ടുണ്ടെന്ന്. ഞാൻ പറയാമല്ല, എനിക്ക് തോന്നുന്നു ആ ചേട്ടൻ വിളിച്ചപ്പം ഞാൻ വിളിക്കുന്നുണ്ടെന്ന് എടുക്കുന്നില്ലായിരുന്നു. എന്താണ് പറ്റിയതെന്ന് അറിയില്ല. ആ ചേട്ടൻ വിളിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അരവിന്ദ് ഫോൺ എടുത്തല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ അരവിന്ദ് വിളിക്കുന്നു. ഞാൻ ചോദിച്ചാൽ എന്താ പറ്റിയത്, അത് ആ ചേട്ടൻ വിളിച്ചപ്പോൾ ഒരു വൈബ്രേഷനിൽ എന്തോ തോന്നി, നോക്കുമ്പം ഫോൺ ആ പുള്ളിയുടെ. അപ്പോൾ വേഗം എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്ന എൻ്റെ മിസ് കോൾസൊക്കെ. എന്താ പറ്റിയത്, ഞാൻ പറഞ്ഞു ഇതാണ് സംഭവിച്ചത്, ഞാൻ വേറെ എന്തോ ഒന്നും കൂടെ പറയണം എന്ന് ഓർത്ത് ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ കണ്ടില്ല. ഈ നൈറ്റിനുള്ളിൽ പ്രകാരം ഞാൻ വിളിച്ചു സുഹൃത്തുക്കളെ. അമ്മയെ വിളിച്ചറിയിച്ചു, ഒറ്റയ്ക്കാണ് അവിടെ. എന്തൊക്കെയാണ് അമ്മ പറഞ്ഞു, നീ കരയാതിരിക്കുക, അരവിന്ദ് എൻ്റെ മോളെ വിളിക്കുന്നത്, എന്തൊക്കെയാണ് ഞാൻ കാണിച്ചതെന്ന് എനിക്കറിയില്ല. നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ചെന്നൈയിൽ അബുദാബിയിലേക്ക് എങ്ങനെ പറഞ്ഞു വരും. ഇത് ബാംഗ്ലൂരിൽ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ടിക്കറ്റ് എടുത്ത് പോയിട്ടുണ്ട്, അത് വേറെ ദിവസം പറയാം, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഓവർ തിങ്കിങ് കൊണ്ട് ഞാൻ കാണിച്ചു കൂട്ടിയ പരിപാടിയാണ് അത്. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇല്ല, ഫോർ മീ ഐ ഹാവ് ടു ബി ലൈക്ക് എന്താ പറയുക, ഇൻഡിപെൻഡൻ്റൊക്കെയാണ് സമ്മതിച്ചു. പക്ഷേ എനിക്ക് വേണ്ടുന്ന ഒരു ഏക്കം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് സേഫായിട്ടിരിക്കണമെങ്കിൽ ഐ വോണ്ട് ദ പ്രസൻസ് ഓഫ് മൈ ഹസ്ബൻഡ് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അതെല്ലാം വൈൻഡപ്പ് ചെയ്ത് 10 കൊല്ലവും ഞാൻ നശിപ്പിച്ച് ഇവിടെ വന്നിരുന്നു. ഈ കഴിഞ്ഞ 10 വർഷവും ഐ ഡിഡ്ന്റ് ഡു മച്ച് അല്ലേ. ഞാനിത് ഓക്കെ, ഇതൊക്കെ യൂട്യൂബ് പിന്നെ ഇൻസ്റ്റഗ്രാമൊക്കെ പിന്നെയല്ലേ വന്നത്. അതിന് മുമ്പ് യെസ് ഐ ട്രൈ ടു വർക്ക് ഫോർ എൻ ഇയർ. ഒരു വർഷം അബുദാബി ഇവിടെ എന്താ ഷാർജയിൽ വർക്ക് ചെയ്തു. ആ കഥ അതിലുണ്ട്, എന്നാലും ഒന്നും കൂടെ പിന്നെ പറയാം കേട്ടോ, അത് നിർത്താൻ കാര്യം എന്താണ്. ഇത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയും എന്താ പറയുക, മനസ്സ് കല്ലാക്കി വയ്ക്കാൻ ശീലിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഞാനാണ് ചില സമയങ്ങളിൽ പതറിപ്പോകുന്നത്. ഇപ്പോൾ ഈ 54-ാമത്തെ വയസ്സിൽ ഞാൻ പറയുകയാണ്, ആ സമയത്ത് ഞാൻ ആ ഒരു ദിവസത്തെ നൈറ്റ് മുഴുവൻ ഇരുന്ന് കരഞ്ഞു തീർത്തു. അടുത്ത ദിവസം രാവിലെ ഇപ്പോൾ എല്ലാം നോർമലായില്ലേ. അതേസമയം ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, ഇവിടെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കാതെ രാവിലെ വിളിക്കാൻ ഇനി എന്ന് കരുതിയിരുന്നെങ്കിൽ, അതും എൻ്റെ ആ ഒരു നൈറ്റിൻ്റെ ആ മനോവ്യഥ ഇല്ലാതാക്കുമായിരുന്നില്ലേ. പേഷ്യൻസ് ഇല്ലാത്തത് കൊണ്ടല്ലേ. അപ്പോൾ എല്ലാവരും ചോദിക്കും, അല്ല വിളിച്ചു നോക്കും എല്ലാവരും, അങ്ങനെ അപ്പം വിളിച്ചതല്ലേ, 2 മിനിറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ, അതായത് ഒരു സെക്കൻഡിൻ്റെ ഇതിലാണ് ഞാൻ പിന്നെയും വിളിച്ചതേ. അതാണ് പറയുന്നത്, ഒന്നുമില്ലെങ്കിൽ അസംഷൻ അരവിന്ദും ചെയ്യാൻ പാടില്ല. ഉറങ്ങുന്നതിന് മുമ്പ് ഫോണിങ്ങനെ ഒന്ന് നോക്കുന്നത് വേണം അല്ലേ. അങ്ങനെയല്ല, പുള്ളി എന്താ വെച്ചാൽ എല്ലാവരോടും വിളിച്ചൊക്കെ പറഞ്ഞൊക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പം അത് നോക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് കരുതി എന്തോ TV-യിൽ എന്തോ കണ്ട് അങ്ങനെ ഇരുന്നു പോയി. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഓവർ തിങ്കിങ് കാരണം നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ. ഇനിയും ഉണ്ട് കുറേ. ഇത് 1-2 എണ്ണം എൻ്റെ മനസ്സിൽ വന്നതൊക്കെ ഞാൻ എടുത്തു മാത്രം. ഓക്കെ,
ലെറ്റ് മീ സീ ഹൗ ദിസ് വീഡിയോ ഹാസ് ബീൻ റെക്കോർഡഡ് കേട്ടോ. എനിക്കറിയില്ല അതെങ്ങനെയായിരിക്കും, നോക്കട്ടെ.